ആദ്യം ഞാൻ കുളിക്കാം, പിന്നെ നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ കുളിച്ചോ, ഇല്ലെങ്കിലേ ആ വിവിധ വെറുതെ വിടൂല. അതിനു മുമ്പ് ഞാൻ എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് പോയി നിൽക്കട്ടെ കേട്ടോ. ഞാൻ കുളിച്ചിറങ്ങിയതും കണ്ണൻ കയറി. അവൻ ഇറങ്ങി, ഞാനും അവനും കൂടി നേരെ ദേവനെ പിടിച്ച് ബാത്റൂമിൽ കയറ്റി. എന്നിട്ട് താഴേക്ക് പോയി. പൊന്നു, ഞങ്ങൾ റൂമിൽ കയറി ഫ്രഷായി താഴേക്ക് പോയി. ഞങ്ങൾ എല്ലാവരും ഒരേപോലത്തെ ധാവണിയാണ് ഉടുത്തിരുന്നത്. അപ്പോഴേക്കും ആണ്ടെ വലിയവർ ഫ്രഷായിട്ട് വന്നു, പിന്നെ ബോയ്സും വന്നു. പിന്നെ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ പോയി. രുദ്രൻ വൈകിട്ട് വാതിലിൽ കൊട്ട് കേട്ടാണ് ഞാൻ ഉണർന്നത്. നോക്കുമ്പോ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? അപ്പുവിൻ്റെ ഒരു കാല് എൻ്റെ കാലിൻ്റെ മുകളിലാണ്, കൂടാതെ ദേവന്റെ കൈയും എൻ്റെ മേലാണ്. ഞാനൊന്ന് അനങ്ങിയപ്പോൾ അവൻ ഒന്നും കൂടി എന്നെ മുറുകെ പിടിച്ചു. ഞാൻ വിടിയിക്കാൻ നോക്കിയപ്പോൾ ഒന്നുകൂടി മുറുക്കുന്നു. വാതിൽ വീണ്ടും മുട്ട് കേട്ടപ്പോൾ ഞാൻ വാതിൽ തുറക്കാൻ വേണ്ടി അവനിട്ടൊരു ചവിട്ട് കൊടുത്തു. അവൻ ഭൂമി ദേവിയെ വന്ദിച്ചു. എന്നിട്ട് അവിടെ കിടന്നു. ഞാൻ കിട്ടിയ ഗ്യാപ്പിൽ അവനെ മറികടന്ന് വാതിൽ തുറന്നു. അജു ആയിരുന്നു വന്നത്. അവൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവന് ജോലി ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അവൻ വരുന്നത്. വഴിയിൽ നിന്ന് മാറടാ. അവൻ എന്നെ തള്ളി മാറ്റി അകത്തേക്ക് കയറി. എന്നിട്ട് ബാഗ് ഒരു ഏറിയലായിരുന്നു ആ മൂലക്കിട്ട്. എന്നിട്ട് ബെഡിന്റെ അടുത്ത് പോയി കയറാൻ പോയപ്പോ അവൻ അപ്പുവിനെ ചവിട്ടി. രണ്ടാളും പേടിച്ച് ചാടി. എടാ, നിനക്ക് വേറെ എവിടെയും കിടക്കാൻ തോന്നിയില്ലേ? എടാ, ഞാൻ കട്ടിലായിരുന്നു, പിന്നെ എങ്ങനെ ഇവിടെ എത്തി? അറിയില്ല. എന്നിട്ട് പതിയെ തല ചരിച്ച് എന്നെ നോക്കി. നീ എങ്ങനെ അവിടെ? അവൻ വാതിൽ തുറക്കാൻ വന്നതാ എനിക്ക് വേണ്ടി. എത്ര നേരം കൊട്ടി, എന്നിട്ടും തുറക്കാഞ്ഞിട്ട് മൂന്നിന്റെ ഫോണിലും വിളിച്ച്, നോ റെസ്പോൺസ്. അവസാനം പിന്നെയും അമർത്തിയം കൊട്ടിയപ്പോ ഇവൻ വന്ന് തുറന്നു. അജു അതുവരെ ഉള്ളതോളം എല്ലാം പറഞ്ഞു. എടാ, അതല്ലടാ, ഇവനെങ്ങനെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ എത്തി? ഞാനൊരു വളിച്ച ഇളി ഇളിച്ചു. പിന്നെ പറഞ്ഞു, അത് പിന്നെ എണീക്കാൻ നോക്കിയപ്പോ നീയും ഇവനും എന്നെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കല്ലായിരുന്നോ? ശ്വാസം മുട്ടിയപ്പോ പിന്നെ ഇഷിയാണെന്ന് കരുതിയപ്പോ ജസ്റ്റ് നിന്നൊന്ന് ചവിട്ടിയിട്ടു. നീ താഴെ കിടന്ന് സുഖമായി ഉറങ്ങിയപ്പോ ഞാൻ പോയി വാതിൽ തുറന്നടാ. ഞാൻ നിഷ്കളങ്കനായി പറഞ്ഞു. അവൻ എന്നെ തല്ലാൻ വന്നു. ഞാൻ അവനെ പിടികൊടുക്കാതെ വാതിൽ തുറന്നോടി. ഓടി 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 ഞാൻ ആരുമായോ കൂട്ടിയിടിച്ചു. അയാളും ഞാനും കിടക്കണ താഴെ. ഞാൻ ആരാണെന്നറിയാൻ നോക്കിയപ്പോ കണ്ടു, എൻ്റെ മുകളിൽ കിടക്കുന്നു ഇഷി. അവളുടെ കൈ രണ്ടും എൻ്റെ തല നിലത്തിടിക്കാതിരിക്കാൻ തലയ്ക്ക് ചുറ്റി പിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തല ഉയർത്തി നോക്കിയപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ ഉടക്കി. ഞാൻ അതിൽ ലയിച്ചിരുന്നു. പെട്ടെന്ന് അവൾ നോട്ടം മാറ്റി എഴുന്നേൽക്കാൻ നോക്കി. പക്ഷേ കഴിഞ്ഞില്ല. എൻ്റെ മേത്തേക്ക് തന്നെ വീണു. പിന്നെയും ഇത് തന്നെ ആവർത്തിച്ചു. അപ്പോഴാ ഞാനും അവളും അത് ശ്രദ്ധിച്ചത്. എൻ്റെ കൈ രണ്ടും അവളുടെ ഇടുപ്പിലും വയറിലുമാണ്. അതും നഗ്നമായ അവളുടെ വയറിൽ. അവൾ വീണപ്പോൾ ഷാള് വയറിൽ നിന്ന് മാറിയിരുന്നു. അതുകൊണ്ട് എൻ്റെ കൈ നേരിട്ട് വയറിൽ പതിച്ചത്. പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണയിൽ എൻ്റെ വിരലുകൾ അവളുടെ പൊക്കിൾ കുഴിയിൽ അമർന്നു. അവൾ ഒന്ന് പൊങ്ങിപ്പോയി. ഞാൻ അവളെ കണ്ണിമ മായാതെ നോക്കി നിന്നു. പെട്ടെന്ന് ആരോ നടന്നു വരുന്നു എന്ന് തോന്നിയപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഞാൻ അവളെ സ്വതന്ത്രയാക്കി. അവൾ വേഗം എഴുന്നേറ്റ് മാറി. അവൾ നടന്നുപോയി. ഞാൻ എൻ്റെ കൈ നോക്കിക്കിടന്നു. പൊന്നു, ഞങ്ങൾ റെസ്റ്റ് എടുപ്പെല്ലാം കഴിഞ്ഞ് താഴെ ചെന്ന് അവിടെ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് ആരുവിൻ്റെ അച്ഛനും അമ്മയും അജുവേട്ടനും വന്നത്. പിന്നെ അവരുമായി കത്തിയടിച്ചിരിക്കുമ്പോഴാണ് ഏട്ടൻ എന്നോട് ഏട്ടൻ്റെ റൂം ചോദിച്ചത്. ഞാൻ ഏട്ടൻ്റെ കൂടെ റൂം കാണിച്ചു കൊടുക്കാൻ പോയി. അവരുടെ റൂമിലെത്തി. ഞങ്ങൾ മാറി മാറി ഡോറ് മുട്ടി. അത് തുറന്നില്ല. കുറച്ച് കഴിഞ്ഞ് അമ്മ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അമ്മ എല്ലാവർക്കും ചായ എടുക്കാൻ പറഞ്ഞു. ഞാൻ ചായ എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചു. എന്നോട് എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ താഴെയുള്ള എല്ലാവരെയും വിളിച്ച് മുകളിൽ കയറി സിദ്ധുവിനെയും അമലിനെയും മഹിമയെയും താഴെ വിട്ടിട്ട് ഞാൻ അപ്പുറത്തെ മുറികളിൽ പോയി ഓരോരുത്തരെയും വിളിച്ചു. അവസാനം അപ്പുവേട്ടനെയും മറ്റും വിളിക്കാനായി അവരുടെ റൂമിനടുത്തേക്ക് നടന്നതും ആരോ എന്നെ കൂട്ടിയിടിച്ചു. ഞാനും അയാളും താഴെ വീണു. പെട്ടെന്ന് തോന്നിയ പ്രേരണയിൽ എൻ്റെ കൈ അയാളുടെ തലയുടെ അടിയിൽ വെച്ചു. ഞാൻ ആരുടെ മേലാണ് കിടക്കുന്നത് എന്ന് നോക്കാനായി എഴുന്നേറ്റ ഞാൻ ആ കണ്ണുകളിൽ കുടുങ്ങിപ്പോയി.
പെട്ടെന്ന് ബോധം വന്ന പോലെ ഞാൻ നോട്ടം മാറ്റി എഴുന്നേൽക്കാൻ നോക്കി. പെട്ടെന്ന് അയാളുടെ മേലെ തന്നെ വീണു. നോക്കുമ്പോൾ ആളുടെ കൈ എൻ്റെ വയറ്റില്. ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കാൻ നോക്കി. പക്ഷേ എൻ്റെ ആ ശ്രമത്തിൽ മൂപ്പരുടെ വിരൽ എൻ്റെ പൊക്കിൾ ചുഴിയിൽ ഇറങ്ങിപ്പോയി. ഞാൻ പിടഞ്ഞു. ആളെന്നെ വിട്ടപ്പോൾ ഞാൻ വേഗം എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. നടക്കുന്ന വഴിയിൽ മുഴുവൻ എൻ്റെ ചിന്ത അയാളെ പറ്റിയായിരുന്നു. പെട്ടെന്ന് ആരോ എൻ്റെ തലയ്ക്ക് കൊട്ടി. ഞാൻ നോക്കുമ്പോൾ അജുവേട്ടനും ദേവനും അപ്പുവേട്ടനും. അജുവേട്ടനാണ് കൊട്ടിയത്. ഞാൻ മുഖം കൂർപ്പിച്ച് നോക്കിയപ്പോൾ പുള്ളി ചിരിച്ചുകൊണ്ട് എൻ്റെ കൈ പിടിച്ച് താഴേക്ക് നടന്നു ചായ കുടിക്കാനായി. അങ്ങനെ നോക്കുമ്പോഴാണ് രുദ്രേട്ടനെ നോക്കി വെള്ളമിറക്കുന്ന ആളെ കണ്ടത്. അത് കണ്ടപ്പോൾ എന്തോ അറിയില്ല, ദേഷ്യം വന്നു. അവളെ നോക്കിയപ്പോൾ അവൾ എന്നെ പുച്ഛിച്ചു. ഞാൻ രുദ്രേട്ടനെ നോക്കിയപ്പോൾ ആൾ ഇതൊന്നും അറിയാതെ വേറെ ഏതോ ലോകത്താണ്. ഞങ്ങൾ അടുത്തെത്തിയപ്പോഴാണ് അജുവേട്ടൻ താഴെ കിടക്കുന്ന രുദ്രേട്ടനെയും ഏട്ടനെ നോക്കി വെള്ളമിറക്കുന്ന വിവിധയെയും കണ്ടത്. അപ്പോൾ ഏട്ടൻ ചോദിച്ചു, എന്താടാ നീ നിലത്ത് കിടക്കുന്നത്? റൂമിൽ പോയി കിടക്കടാ. അപ്പോൾ രുദ്രേട്ടൻ ഞെട്ടി മാറി മാറി നോക്കി. പിന്നെ എന്നെ മാത്രം നോക്കി. പക്ഷേ നോട്ടം എൻ്റെ മുഖത്തേക്കല്ല, ഏട്ടൻ്റെ നോട്ടം പിന്തുടർന്ന ഞാൻ കണ്ടത് ഏട്ടൻ്റെ നോട്ടം എൻ്റെ വയറ്റിലോട്ടാ. അപ്പോഴാ ഞാൻ ആ ധാവണി മാറി കിടക്കുന്നത് ശ്രദ്ധിച്ചത്. ആൾ പിന്നെയും എൻ്റെ വയറ്റിലേക്ക് ആളുടെ കയ്യിലേക്ക് നോക്കി. പിന്നെ എന്നെ നോക്കി ഒരു കള്ളച്ചിരിയും. ഞാൻ പെട്ടെന്ന് ധാവണി ശരിയാക്കി. അപ്പോൾ ആൾ ആ നോട്ടം മാറ്റി എഴുന്നേറ്റു. എന്താടാ നിനക്ക് പറ്റിയത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്താ ചോദിച്ചത്? നീ എന്താ റൂമിൽ കിടക്കാതെ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന്? അതും ഷർട്ട് ഇങ്ങനെ ബട്ടൺസ് എല്ലാം ഊരിയിട്ട്. അപ്പോഴാ ഞാനത് ശ്രദ്ധിച്ചത്. വെറുതെ അല്ല ഇവൾ നോക്കി ചോരയൂറ്റിയത്. ഷർട്ട് നേരെ ഇടടാ. വിവിധ നോക്കുന്ന കണ്ട് ദേഷ്യം വന്നിട്ടാണ് തോന്നുന്നു അപ്പുവേട്ടൻ അങ്ങനെ പറഞ്ഞത്. അതും പറഞ്ഞ് അപ്പുവേട്ടൻ രുദ്രേട്ടന് എന്തോ കാണിച്ചു കൊടുത്തു. അത് നോക്കി ആൾ പെട്ടെന്ന് ഷർട്ട് നേരെ ഇട്ടു, ബട്ടൺസ് വിട്ടു. ആള് റൂമിൽ പോയപ്പോൾ ഞങ്ങൾ താഴേക്ക് പോയി. രുദ്രൻ, അവളുടെ വയറിൽ പതിഞ്ഞ എൻ്റെ കൈ. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. അത് നോക്കുമ്പോഴൊക്കെ എനിക്കിപ്പോൾ ഉണ്ടായ സംഭവം ഓർമ്മ വരും. അപ്പോൾ വല്ലാത്തൊരു അനുഭൂതി എന്നെ വന്നു പൊതിയുന്നു. അങ്ങനെ അതോർത്തിരിക്കുമ്പോഴാണ് അജുവേട്ടൻ്റെ വിളി കേൾക്കുന്നത്. അപ്പോൾ ഉണ്ട് അജുവേട്ടനും അപ്പവും പിന്നെ എൻ്റെ പെണ്ണും അവിടെ നിൽക്കുന്നു. അപ്പോഴാ എൻ്റെ പെണ്ണിൻ്റെ ധാവണി മാറിക്കിടക്കുന്നു. അതിലൂടെ അവളുടെ വയറും പൊക്കിളും വ്യക്തമായി കാണാം. ഞാൻ അത് നോക്കി നിന്നുപോയി. അവളത് മറച്ചപ്പോഴാ എനിക്ക് ബോധം വന്നത്. ഞാൻ എഴുന്നേറ്റപ്പോൾ അജുവേട്ടൻ ചോദിച്ചു, എന്താ ഇവിടെ കിടക്കുന്നതെന്ന്? അതും ബട്ടൺസ് ഇടാത്തത്. ഞാൻ അത് നോക്കി നിന്നപ്പോൾ അപ്പു ദേഷ്യപ്പെട്ടു. ഷർട്ട് നേരെ ഇടടാ എന്ന്. ഞാൻ നേരെ ഇട്ടു. അവൾ താഴെ പോയപ്പോൾ ഞാൻ റൂമിൽ പോയി. അപ്പോഴും എൻ്റെ മുമ്പിൽ നേരത്തെ നിമിഷമായിരുന്നു. ഭഗവാനെ, അവൾ കണ്ടിട്ടുണ്ടാകുമോ എന്തോ. എന്താണെന്നല്ലേ പറഞ്ഞു തരാം, അല്ല കാണിച്ചു തരാം. വായോ. എൻ്റെ മുഖത്തല്ല പിള്ളാരെ, നെഞ്ചത്തേക്ക് നോക്ക്. കണ്ടോ ഒരു മുഖം? അത് വേറെ ആരുടെയുമല്ല, എൻ്റെ പെണ്ണിൻ്റെയാ. ഇതുകൊണ്ടും പിന്നെ ആ വിവിധ എൻ്റെ ചോര ഊറ്റുന്നത് കൊണ്ടും കൂടിയാണ് അവൻ കലിപ്പായത്. അവൾ കണ്ടില്ലായിരിക്കണം, അവൻ വന്ന് ചോദിക്കും. ഞാൻ വേഗം കുളിക്കാൻ കയറി. അപ്പോഴും മനസ്സിൽ പെണ്ണുമായുള്ള സുന്ദര നിമിഷമാണ്. ഞാൻ കുളിച്ചിറങ്ങി താഴെ ചെന്നപ്പോൾ അപ്പുവിൻ്റെയും നമ്മുടെ പിള്ളേരിൻ്റെയും അജുവിൻ്റെയും എല്ലാം മുഖം ആകെ ദേഷ്യത്തിലാണ്. ഇവരെന്താ നോക്കുന്നതെന്ന് നോക്കിയപ്പോൾ ഒരുത്തൻ അവിടെ വലിയവരുടെ കൂടെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധ മുഴുവൻ എൻ്റെ പെണ്ണില. അവൾ ആകെ അസ്വസ്ഥയാണ്. എന്നാ നിൽപ്പ് കണ്ടാൽ അറിയാം. ഞാൻ അവരുടെ അടുത്ത് പോയി പെണ്ണിനെ മറഞ്ഞു നിന്നു. അവൾ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. അപ്പോൾ ഉണ്ട് അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അവൻ ഇഷയുടെ അടുത്ത് നിൽക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ നിന്നു. ഇപ്പോൾ ഇഷയുടെ രണ്ട് സൈഡിലും ഞാനും അപ്പുവുമാണ്. അവൻ വന്നു എന്നെയും ദേവനെയും പരിചയപ്പെട്ടു. എന്നിട്ട് എന്നെയും അപ്പുവിനെയും ഇഷയെയും ഒന്ന് ദേഷിച്ച് നോക്കിപ്പോയി. ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞ് 4 മണി പലഹാരം കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അവിടെ മുഴുവൻ ചുറ്റിക്കണ്ടു. അവിടെ കാവുണ്ട്. അതുകൊണ്ട് 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല. ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ വീടിൻ്റെ മുമ്പിൽ തന്നെ ചേട്ടനും അനിയത്തിയും ഉണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ നോക്കി. ഞാൻ ഇഷയുടെ അടുത്തേക്ക് ചേർന്ന് നടന്നു.
അവൻ എന്നെ ദേഷിച്ച് നോക്കി. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവൻ ചോദിച്ചു, എന്താ ഞങ്ങളെ കൂട്ടാതെ പോയത് നിങ്ങൾ? ഞങ്ങളും വരുമായിരുന്നല്ലോ, നിങ്ങളെ പോകുമ്പോൾ ഇവിടെ കണ്ടില്ല, അതാ. ഞങ്ങൾ അകത്തേക്ക് പോയി. പിന്നെ കുറച്ചു നേരം താഴെയായിരുന്നു. സന്ധ്യയ്ക്ക് നാമജപവും മറ്റും കഴിഞ്ഞ് രാത്രി ഫുഡടിയും കഴിഞ്ഞ് ഞങ്ങൾ ഹാളിൽ വർത്തമാനം പറഞ്ഞിരുന്നു. ഇതിനിടയ്ക്ക് പലവട്ടം ഏട്ടനും അനുജത്തിയും ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ ഫുൾ ടൈം ഇഷയുടെ കൂടെയായിരുന്നു. അവളുടെ അപ്പുറത്തിരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ അപ്പു ഇരിക്കും, എൻ്റെ ഇപ്പുറത്ത് ആമിയും. അങ്ങനെ വർത്തമാനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ പോയി. പൊന്നു, ഇന്ന് വൈകിട്ട് ആ ഇടിയും മറ്റും കഴിഞ്ഞ് താഴെ വന്നപ്പോൾ അവിടെ നിൽക്കുന്ന ആളെ കണ്ട് എനിക്ക് ആകെപ്പാടെ ദേഷ്യം വന്നു. എനിക്ക് മാത്രമല്ല, ഏട്ടന്മാർക്കും ഫ്രണ്ട്സിനും എല്ലാം. ഞങ്ങൾ താഴെ പോയി നിന്നു. ഇവിടെ എല്ലാവർക്കും അവനും അവളും നല്ലവരായ ഉണ്ണിമാരാ. ഞങ്ങൾ പിള്ളേർക്ക് അവനെ കണ്ണിന് പിടിക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഇവിടെ ഇതുപോലൊരു പൂരം ആഘോഷിക്കാൻ വന്നപ്പോൾ അവൻ ആമിയെ കയറി പിടിച്ചു. അന്ന് ഇവിടെ എല്ലാവരും പൂരം കാണാൻ പോയിരുന്നു. ആമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് പീരിയഡ്സ് ആയിരുന്നു. അപ്പോൾ അവൻ ആരും കാണാതെ പൂരത്തിനിടയ്ക്ക് വീട്ടിൽ വന്നു. വയ്യാതെ കിടന്നിരുന്ന ആമിയെ അവൻ കയറി പിടിച്ചു. അപ്പോഴാണ് മുത്തശ്ശി പറഞ്ഞ പ്രകാരം എന്തോ എടുക്കാൻ വേണ്ടി അപ്പുവേട്ടനും സിദ്ധുവും വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയപ്പോൾ അപ്പു സാധനം എടുക്കാൻ പോയി. സിദ്ധു ആമിയെ കാണാനും. അവിടെ ചെന്നപ്പോൾ കാണുന്നത് ധാവണി ഷാൾ മാറ്റി ആമിയുടെ വയറ്റിലെ മറുകിൽ കിസ് ചെയ്യാൻ പോകുന്ന വിവേകിനെ. അവൻ ഓടിപ്പോയി അവനെ ചവിട്ടി. അപ്പോൾ അപ്പുവും വന്നു. സിദ്ധു കാര്യം പറഞ്ഞപ്പോൾ അപ്പുവും അവൻ്റെ കൂടെ കൂടി. ശബ്ദം കേട്ട് എഴുന്നേറ്റ ആമി പേടിച്ചു പോയി. പിന്നെ അവനെ തല്ലി പുറത്താക്കിയതിന് ശേഷം സിദ്ധു പറഞ്ഞു. കാര്യം അറിഞ്ഞപ്പോൾ അവൾ കരഞ്ഞുപോയി. അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അന്ന് വെറുത്തതാ അവനെയും അവൻ്റെ പെങ്ങളെയും. ഞങ്ങൾ താഴത്തെത്തിയപ്പോൾ മുതലാളി അവൻ എന്നെയും ആമിയെയും ഒക്കെ ചുഴിഞ്ഞു നോക്കി. അപ്പുവേട്ടനും സിദ്ധുവും എല്ലാവരും ചേർന്ന് ആമിയെയും ജോയെയും ആരുവിനെയും എന്നെയും മറഞ്ഞു നിന്നു. പിന്നെയും അവൻ നീങ്ങി വന്നപ്പോൾ ഉത്രേട്ടൻ എൻ്റെ മുൻപിൽ വന്നു നിന്നത്. അപ്പോൾ സമാധാനമായി. പിന്നെ എപ്പോഴൊക്കെയോ അവൻ എൻ്റെ അടുത്ത് വരുമ്പോഴും ഏട്ടനും എൻ്റെ കൂടെ കാണും, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ശരിക്കും ആ കരുതൽ ഞാൻ നന്നായി ആസ്വദിച്ചു. എൻ്റെ അച്ഛൻ്റെയും അപ്പുവേട്ടൻ്റെയും അടുത്ത് നിന്ന് കിട്ടിയ അതേ സംരക്ഷണം ഫീൽ ചെയ്തു. പിന്നെ എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴും ഏട്ടനെക്കുറിച്ചായിരുന്നു ചിന്ത. പിന്നെ ചിന്ത കാട് കയറിയപ്പോൾ എല്ലാം നിർത്തിക്കിടന്നു. നാളെ 1-ാം പൂരമാണ്. രാവിലെ അമ്പലത്തിൽ പോകണം. ഇന്ന് രാവിലെ നേരത്തെ എല്ലാവരും അമ്പലത്തിൽ പോയി. കാരണം 1-ാം പൂരമാണ്, നല്ല തിരക്ക് കാണും. നിന്ന് തിരിയാൻ സ്ഥലമുണ്ടാകില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിലെത്തിയപ്പോൾ 6 ആവുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ നല്ല ക്യൂ ആണ്. അത് അങ്ങനെയാണ് കേട്ടോ. 1-ാം പൂരത്തിന് തലേ ദിവസം തന്നെ ആളുകൾ എത്തിത്തുടങ്ങും. 3 മണിക്ക് അമ്പലം തുറക്കുമ്പോൾ മുതൽ നിറയെ ആളുകളുണ്ടാകും. ഭഗവതിയെ തൊഴാൻ 8 മണി വരെ തൊഴാൻ പറ്റുള്ളൂ. 8:30-ക്ക് പന്തീരാടി പൂജയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കൊടിയിറക്കത്തിന്റെ ചടങ്ങുകളും. ഞങ്ങൾ ക്യൂ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ 7 മണിയായി. എല്ലായിടത്തും തൊഴുതു സമയം നോക്കുമ്പോൾ 7:45. അച്ചമ്മ ഏട്ടനോട് പോയി ഫുഡ് വാങ്ങി വരാൻ പറഞ്ഞു അച്ചമ്മയ്ക്കുള്ളത്. ബാക്കി എല്ലാവരും അവിടുന്ന് കഴിക്കും. അച്ചമ്മ കാറിലിരുന്നു. ഇന്ന് ഫുൾ ഇവിടുന്ന ഭക്ഷണം. ഇന്ന് മാത്രമല്ല 11 ദിവസവും. ഏട്ടൻ അച്ചമ്മ പറഞ്ഞ പോലെ ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് ഞങ്ങളെല്ലാം ഊട്ടുപുരയിൽ പോയി ഭക്ഷണം കഴിക്കാൻ. അവിടെയും തിരക്കാണ്. കാരണം ഈ പ്രദേശത്തുള്ള എല്ലാവരും ഇതേപോലെ തന്നെയാ. ഇവിടുന്നാണ് 11 ദിവസവും ഭക്ഷണം. അങ്ങനെ തിരക്കൊഴിഞ്ഞ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നു വന്നപ്പോൾ ഞാൻ അറ്റത്തായി. എൻ്റെ ഇപ്പുറത്ത് വിവേക്, അതിനപ്പുറം വിവിധ. അങ്ങനെയാണ് ഇരുന്നത്. എനിക്ക് എന്തോ അവിടെ ഇരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത. ഞാൻ നോക്കുമ്പോൾ ഒരു വയസ്സായ അമ്മ ഇരിക്കാൻ സീറ്റ് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ മെല്ലെ അവരെ വിളിച്ച് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അവർ ഇരുന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. അപ്പോൾ അപ്പുവേട്ടൻ്റെ അവിടെ സീറ്റ് ഒഴിവുണ്ട്. ഏട്ടൻ എന്നെ വിളിച്ചു. ഞാൻ അങ്ങോട്ട് പോയി. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കൊടിയിറക്കം കാണാൻ പോയി.